ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി AR. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മുടെ LP പരീക്ഷകൾക്കും മറ്റ് പരീക്ഷകൾക്കും ഒക്കെ ആയിട്ട് SCRT പാഠപുസ്തകത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടായോ? നോക്കണം. അപ്പോൾ നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് കടക്കാം. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രിയിൽ ആറ്റത്തിൻ്റെ ഘടനയാണ്. വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ വരിയിലും ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ആറ്റത്തിന്റെ ഘടന. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി, വളരെ ഈസിയാണ്. തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ആറ്റത്തിന്റെ ഘടനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. എന്താണ്ടേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ചിത്രം അവർ ഒരു ലാപ്ടോപ്പിൽ കാണുന്നുണ്ട്. കുട്ടികൾ കണ്ടോ, കുറച്ച് കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് ചിത്രം കാണുന്നുണ്ട്. കാണുമ്പോൾ ആണെങ്കിലും നടുക്ക് ഒരു വട്ടമുണ്ട്, ഒരു റെഡ് കളറിൽ കാണാൻ സാധിക്കും. പിന്നെ ചുറ്റുപാടും കുറേ വട്ടങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അവർ സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഓ, ഇത് ആറ്റം മാതൃകയാണല്ലേ? അതെ, ഇത് മാത്രമല്ല, വേറെയും ആറ്റം മാതൃകകളുണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആറ്റത്തിന്റെ ഘടനയിലേക്ക് എത്താൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളല്ലേ. കുറേ മാതൃകകളൊക്കെ വന്ന് ഫൈനലി ആണ് നമ്മൾ ആറ്റം മാതൃകയിലേക്ക് എത്തുന്നതെന്ന് ഈ കുട്ടികളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അത് ഇത് മാത്രമല്ല എന്ന് പറയുന്നുണ്ട്, വേറെയും ആറ്റം മാതൃകകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. ബാ, ചിത്രത്തിൽ വിദ്യാർത്ഥികൾ ആറ്റം മാതൃകയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു. നമ്മൾ കണ്ടു, പരിചയമുള്ള പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാമോ? ഓക്കെ, നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളുക. ഇവിടെ കുറച്ചധികം പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെ ഘടക മൂലകങ്ങൾ തന്നിട്ടുണ്ട്, തന്മാത്രാ സൂത്രം തന്നിട്ടുണ്ട്, ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതവും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിനകത്തെ ഘടക മൂലകങ്ങൾ ആരൊക്കെയാണ്? പഞ്ചസാര ഒരു കാർബോഹൈഡ്രേറ്റ് ആയതിനാൽ ആരൊക്കെയുണ്ട് അതിനകത്ത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഇനി പഞ്ചസാരയുടെ രാസസൂത്രം, പഞ്ചസാര എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൂക്രോസ് ആണ് കേട്ടോ. സൂക്രോസിന്റെ രാസസൂത്രം എന്താ? C12H22O11. ഓക്കെ ആണ്. ഇതിൽ C12H22O11 എന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ്. അതായത് 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട് എന്നർത്ഥം. ഓക്കെ ആണ്. അതായത് 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാലാണ് ആരുണ്ടാവുക? പഞ്ചസാര എന്ന തന്മാത്ര ഉണ്ടാവുക എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം എങ്ങനെ വരും? 12:22:11 എന്ന് വരും. ചിലപ്പോൾ ഇത് ചെറുതാക്കാൻ പറ്റിയ, കോമൺ ആയിട്ട് ചെറുതാക്കാൻ പറ്റില്ല, എന്തായിരിക്കും? ചെറിയ അനുപാതമായിട്ടും ഓപ്ഷനിൽ വരാം. ശ്രദ്ധിച്ചു വെച്ചാൽ മാത്രം മതി. പഞ്ചസാരയൊക്കെ അല്ലേ. ഇനി അടുത്ത ഗ്ലൂക്കോസിലേക്ക് വരാം. ഗ്ലൂക്കോസ് നമുക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ രക്തത്തിലെ പഞ്ചസാരയാണ് അല്ലെ. കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ അടങ്ങിയ ഒരു കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. മോണോസാക്രൈഡുകളുടെ കൂട്ടത്തിലാണ് ആര് വരിക? ഗ്ലൂക്കോസ് വരിക എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഗ്ലൂക്കോസിന്റെ സിമ്പൽ എന്താ? C6H12O6. എന്താ അർത്ഥം? 6 കാർബൺ ആറ്റങ്ങളും 12 ഹൈഡ്രജൻ ആറ്റങ്ങളും 6 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാലേ ആരായിട്ട് മാറുകയുള്ളൂ? ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയുള്ളൂ. ഓക്കെ, ഗ്ലൂക്കോസിനകത്ത് ആറ്റങ്ങളുടെ അനുപാതം നോക്കാം. 6:12:6 എന്നല്ലേ വരേണ്ടത്? ആണ്. ഇനി നമുക്കിനെ 6 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ലയോ? അപ്പൊ നമ്മുടെ അനുപാതം എന്തായിട്ട് മാറും? 1:2:1 എന്ന് വരും. ഇതായിരിക്കും ഓപ്ഷനിൽ വരിക. അപ്പൊ നിങ്ങൾ ഗ്ലൂക്കോസ് കാണുമ്പോൾ പെട്ടെന്ന് നോക്കുന്നത് എന്തായിരിക്കും? 6:12:6 അല്ലേ വരേണ്ടത് എന്ന് ചിന്തിക്കും. അത് ഓപ്ഷനിൽ മിക്കവാറും കാണില്ല. എന്തേ കാണത്തുള്ളൂ? അതിനെ ചെറുതാക്കിയ ശേഷം 1:2:1 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കാം. അങ്ങനെ ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കാം. ഇനി അടുത്ത ജലമാണ്. ജലം എന്ന് വെച്ചാൽ ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ആണ് ജലം എന്ന് നമുക്കറിയാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ഹൈഡ്രജനും ഓക്സിജനുമാണ് പ്രധാന ഘടകങ്ങൾ. H2O എന്നാണ് സിമ്പൽ എന്നൊക്കെ നമുക്കറിയാം. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ജലം എന്ന തന്മാത്ര ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ റേഷ്യോ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആകുമ്പോൾ 2:1. കണ്ടോ, 2:1. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പറഞ്ഞിരിക്കുന്ന മൂലകത്തിന്റെ തന്നെ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. അതായത് കാർബണിന്റെ 12 തന്നെ ആദ്യം കൊടുത്തേക്കണം, പിന്നെ ഹൈഡ്രജന്റെ 22, പിന്നെ ഓക്സിജന്റെ 11. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ ഈസി അല്ലേ? ഓക്കെ, അപ്പൊ തുടക്കം ഈസി ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ തുടക്കം എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഈസി ആയിരിക്കുമെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ഓരോ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ എങ്ങനെയാണ്? ഒരു ഫിക്സഡ് റേഷ്യോയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ എന്താണ്
തന്മാത്ര എന്നുള്ളതിന് ഡെഫിനിഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ പഠിച്ചോണം കേട്ടോ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും, എല്ലാ ഗുണങ്ങളും ഉണ്ട്, പിന്നെ സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ സാധിക്കുന്നതും. അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്താ അങ്ങനെ പറഞ്ഞേന്ന്. നമ്മുടെ ചുറ്റുപാടും ഓക്സിജൻ ആറ്റമായിട്ടാണോ തന്മാത്രയായിട്ടാണോ കാണപ്പെടുന്നത്? നമ്മുടെ ചുറ്റുപാടും ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയപ്പെടുന്നത് നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആറ്റത്തെ അല്ല. കാരണം ഓക്സിജൻ ആറ്റ രൂപത്തിൽ നിലകൊള്ളാൻ സാധ്യമല്ല, അപ്പൊ സ്ഥിരത ഉണ്ടായിരിക്കത്തില്ല. പകരം 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഓക്സിജൻ തന്മാത്രാ രൂപത്തിലാണ് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മൂലകങ്ങളും സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത് തന്മാത്രാ രൂപത്തിലാണ്. ഓർത്ത് വെച്ചേക്കുക, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? തന്മാത്ര. ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ ആറ്റം എന്താ? ചുറ്റുപാടുമുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്, ആറ്റമാണ് കേട്ടോ. ചുറ്റുപാടുമുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് ഇത് തന്മാത്ര എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഈ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ പഠിച്ചോണം, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സെറ്റ്. ഇനി നമുക്ക് നോക്കാം, വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം പഞ്ചസാര തന്മാത്രയിലുള്ള ഘടക മൂലകങ്ങൾ ആരൊക്കെയാ? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് എന്ന് നമുക്കറിയാം. ഓക്കെയാണ്. അങ്ങനെ എങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലുള്ളതോ? കാർബണും ഓക്സിജനുമാണ്. ജലതന്മാത്രയിലോ? ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പൊ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ മൂലം പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എന്തിരിക്കുന്നു? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി ഘടക മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം വെച്ചിട്ടും നമുക്ക് എന്താണ് വ്യക്തമായിട്ട് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് പഞ്ചസാര എടുത്താലും ഗ്ലൂക്കോസ് എടുത്താലും കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് ഉള്ളത്. പക്ഷെ അവയുടെ അനുപാതത്തിൽ വ്യത്യാസമില്ലേ? യെസ്, അതെ, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. പഞ്ചസാരയിൽ നമ്മൾ എങ്ങനെയാണ് അനുപാതം പഠിച്ചത്? 12:22:11 എന്നാണ് പഞ്ചസാര പഠിച്ചതെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസിന് പഠിച്ചത് 1:2:1 എന്നല്ലേ പഠിച്ചേ. അപ്പൊ തീർച്ചയായിട്ടും രണ്ടിലും കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണെങ്കിലും അനുപാതത്തിൽ അവർ വ്യത്യസ്തരല്ലേ? ആണ്. അപ്പൊ ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതത്തിലെ വ്യത്യാസം കാരണവും പദാർത്ഥങ്ങളിൽ എന്തുവരും? വ്യത്യസ്ത തന്മാത്രകൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ മൂലം എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പിന്നെ ഘടകമൂലകങ്ങളുടെ ആറ്റത്തിലെ എണ്ണത്തിന്റെ അനുപാതത്തിലും അവ എന്തായിരിക്കും? വ്യത്യസ്തരായിരിക്കും. ഓക്കെയാണ്. അതാണ് നമ്മൾ ആ ടേബിൾ കൊണ്ട് പഠിച്ചിരിക്കുന്നത്. ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ആരുണ്ടാകുന്നത്? തന്മാത്രകൾ രൂപപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കുക, ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ആരുണ്ടാവുകയാണ്? തന്മാത്രകൾ രൂപപ്പെടുകയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആറ്റമാണോ തന്മാത്രയാണോ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ചെറുത് എന്ന് പറയപ്പെടുന്നത് ആറ്റമാണ് കേട്ടോ. യെസ്, ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തിലേക്ക് വരാം. ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണികകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റത്തിനുള്ളിൽ അതിനേക്കാൾ ചെറുതായിട്ട് ആരുണ്ട്? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളുടെ മനസ്സിലതുകൊണ്ട് ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അവയേക്കാൾ ചെറിയ കണങ്ങളായിട്ട് ക്വാർക്കുകളെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുള്ള ചോദ്യമാണ്. ആറ്റങ്ങളിലെ പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? അവർ ഇലക്ട്രോണിനെ തന്നിട്ടുണ്ട്, പിന്നെ 2 കുത്തുവിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ പറഞ്ഞു ആരെയൊക്കെ അറിയാം നമുക്ക്? യെസ്, പ്രോട്ടോണിനെ അറിയാം. നമുക്ക് പ്രോട്ടോൺ അല്ലെ, ഇലക്ട്രോണിനെ അറിയാം, പ്രോട്ടോണിനെ അറിയാം, പിന്നെ ആരെ അറിയാം? ന്യൂട്രോണിനെ അറിയാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ് ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ. പഠിച്ചേക്കുക, ആറ്റത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു സയന്റിസ്റ്റിനെ കാണാൻ സാധിക്കും. വില്യം ക്രൂക്സ് എന്നാണ് ആ സയന്റിസ്റ്റിന്റെ പേര്. കണ്ടോ, വില്യം ക്രൂക്സ് 1832 മുതൽ 1919 വരെ ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. ആര്? വില്യം ക്രൂക്സ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആറ്റത്തിന്റെ ഘടന സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. ഇദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണമാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. നമ്മളിത് വിശദമായിട്ട് ആറ്റം ക്ലാസ്സിൽ എടുത്തതാണ്. അതിന്റെ മറ്റൊരു വിശദീകരണം, മറ്റൊരു രൂപത്തിലുള്ള വിശദീകരണമാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു.
പഠിച്ചു വെച്ചോളുക. പുതിയ പുസ്തകമാണ്, നന്നായി ശ്രദ്ധിക്കാം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും എന്നാണ് ഈ ഭാഗത്തിന്റെ പേര്. ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളുക. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും എന്നാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. 1875 വർഷം പഠിക്കണം. 1875 വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ, അതായത് ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ വില്യം ക്രൂക്സ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം അപ്പുറം ഇപ്പുറം ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു. ഇതൊരു ഗ്ലാസ് ട്യൂബാണെന്ന് കരുതുക. അതിന് അപ്പുറം ഇപ്പുറം ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അവയിലൂടെ ഉയർന്ന വോൾട്ടതയുള്ള വൈദ്യുതി കടത്തിവിട്ടു. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം പരീക്ഷണം ചെയ്തു തുടങ്ങിയത്. ഓക്കെ, ഈ പരീക്ഷണത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ പരീക്ഷണം നടത്തിയ ട്യൂബിന്റെ പേരാണ് ഡിസ്ചാർജ് ട്യൂബ്. എന്ത് വിളിക്കും? ഡിസ്ചാർജ് ട്യൂബ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ കാഥോഡും ആനോഡും കാണാമല്ലോ. ഇലക്ട്രോഡുകൾ കാണാം, കാഥോഡിനെയും കാണാൻ സാധിക്കും, ആനോഡിനെയും കാണാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടുന്ന് ഉയർന്ന വോൾട്ടതയാണ് കൊടുക്കുന്നത്. പിന്നെ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു, നിങ്ങൾക്കറിയാം വായു ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ വായുവിന്റെ മർദ്ദം ഇവിടെ കുറച്ച് വെച്ചേക്കുവാണ്. കുറഞ്ഞ മർദ്ദത്തിലുള്ള വായുവാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. എന്തിനകത്ത്? ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചിരിക്കുന്നത് എന്താണ്? കുറഞ്ഞ മർദ്ദത്തിലുള്ള വായുവാണ്. ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, ആനോഡും കാഥോഡും സെറ്റ് ചെയ്തു, ഉയർന്ന വോൾട്ടതയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നത്? കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു ഇവിടെ നിറച്ചിട്ടുണ്ട്, ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചിട്ടുണ്ട്. ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടി വൈദ്യുതിയെ കടത്തിവിടുകയാണ്. വൈദ്യുതിയെ കടത്തിവിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം കാഥോഡ് ഭാഗത്തു നിന്നും ചില രശ്മികൾ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ രശ്മികൾക്ക് ഇളം പച്ച നിറം നമ്മൾ കാണുന്നുണ്ട്. അവയെ കാഥോഡ് രശ്മികൾ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ പരീക്ഷണത്തിന്റെ ബാക്കി കാര്യങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഡിസ്ചാർജ് ട്യൂബാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിൽ കൂടി എന്ത് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്? വൈദ്യുതിയെ കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം വൈദ്യുതി എന്ന് വെച്ചാൽ ഒരു ഇൻസുലേറ്ററാണ്. വൈദ്യുതിയെ കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ വായു നിറച്ചിരിക്കുകയാണ്. ഈ വായു എന്ന് പറയപ്പെടുന്നത് ഒരു ഇൻസുലേറ്റർ ആണെന്നറിയാം. വായുവിൽ കൂടെ പെട്ടെന്ന് വൈദ്യുതി കടന്നു പോവോ? ഇല്ല. നമുക്കറിയാം വായുവിൽ കൂടി ആര് കടന്നു പോകത്തില്ല? പെട്ടെന്ന് വൈദ്യുതി കടന്നു പോകത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ വായുവിൻ്റെ മർദ്ദം അങ്ങ് കുറയ്ക്കും. എന്ത് കുറയ്ക്കും? വായുവിൻ്റെ മർദ്ദം കുറയ്ക്കും. അപ്പോൾ വില്യം ക്രൂക്സ് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസ്ചാർജ് ട്യൂബിൽ കൂടി ആരെ കടത്തിവിടാൻ ശ്രമിച്ചു? വൈദ്യുതിയെ കടത്തിവിടാൻ ശ്രമിച്ചു. ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ വായു ആയതിനാൽ വായുവിൽ കൂടി ആര് കടന്നു പോകുന്നില്ല? വൈദ്യുതി കടന്നു പോകുന്നില്ല. കാരണം വായു ഒരു ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ വാതകത്തിന്റെ മർദ്ദം അങ്ങ് കുറച്ചു. വായുവിന്റെ മർദ്ദം അങ്ങ് കുറച്ചു. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വായു ഒരു വിദ്യുത്രോധി അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻസുലേറ്റർ ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. നമ്മുടെ സാധാരണ മർദ്ദത്തിൽ കൂടി വായുവിൽ കൂടി ആര് കടന്നു പോകത്തില്ല? വൈദ്യുതി കടന്നു പോകത്തില്ല. അതായത് ഇതൊരു ഡിസ്ചാർജ് ട്യൂബ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ കൂടി നിങ്ങൾ ആരെ കടത്തിവിടാൻ പോവാണ്? വൈദ്യുതിയെ കടത്തിവിടാൻ പോവുകയാണ്. പക്ഷെ വൈദ്യുതി കടന്നു പോകില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ വായുവാണ്. വായു ആരാണ്? ഒരു ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, എന്നാൽ വായു ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ വായു ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യണം? നീക്കം ചെയ്തിട്ട് മർദ്ദം എന്ത് ചെയ്യണം? വളരെ അധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് ആര് മനസ്സിലാക്കി? ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി. ഇതിനെയാണ് വൈദ്യുത ഡിസ്ചാർജ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ വായുവാണ്. ആ വായുവിലേക്ക് നമ്മൾ വൈദ്യുതിയെ കടത്തിവിടുമ്പോൾ വൈദ്യുതി കടന്നു പോവുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വായുവിൻ്റെ മർദ്ദം കുറയ്ക്കണം. അങ്ങനെ വളരെ താഴ്ന്ന മർദ്ദത്തിൽ മാത്രമേ വായുവിൽ കൂടി ആര് പ്രവഹിക്കുകയുള്ളൂ? വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വായുവിൽ കൂടി ആര് പ്രവഹിക്കുന്നത്? വൈദ്യുതി പ്രവഹിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് വൈദ്യുത ഡിസ്ചാർജ്. അപ്പൊ എന്താ വൈദ്യുത ഡിസ്ചാർജ്? വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വായുവിൽ കൂടി ആര് കടന്നു പോകുന്നത്? വൈദ്യുതി കടന്നു പോകുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? വൈദ്യുത ഡിസ്ചാർജ്. അപ്പൊ നമ്മുടെ വില്യം ക്രൂക്സ് എന്തോ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡിസ്ചാർജ് ട്യൂബ് എടുത്തു വെച്ചു. അതിനുശേഷം വൈദ്യുതിയെ കടത്തിവിട്ടാൻ ശ്രമിച്ചു, നടന്നില്ല. അപ്പൊ അദ്ദേഹം ആ വായുവിന്റെ എന്ത് കുറച്ചു? മർദ്ദം കുറച്ചു. എന്നിട്ട് വൈദ്യുതിയെ കടത്തിവിടുകയാണ്. ഇവിടെ വരെ സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി എന്താ ചെയ്തേ? ഓക്കെ,
സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് അതായത് ആനോഡ് ഉപയോഗിച്ചാൽ ഇതിന് പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഭിത്തിയിൽ ഇളം പച്ചറമുള്ള ഒരു നിറം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. അപ്പോൾ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഉപയോഗിച്ചാൽ ആനോഡിന്റെ പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഭിത്തിയിൽ ഇളം പച്ചറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ഈ തിളക്കം എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാമോ? ഇതെവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മികളെ അതുകൊണ്ട് കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഡിസ്ചാർജ് റേ ട്യൂബ്. ആ ഡിസ്ചാർജ് റേ ട്യൂബിൽ വായു ഉണ്ട്. അതിൽ കൂടി നിങ്ങൾ വായുദ്യുതിയെ കടത്തിവിടുകയാണ്. അപ്പോൾ കടന്നു പോകുന്നില്ല, മർദ്ദം കുറച്ചു. എന്നിട്ട് നിങ്ങൾ ആരെ കടത്തിവിടുന്നു? വായുദ്യുതിയെ കടത്തിവിടുന്നു. ഓക്കെ, ഇത്രയൊക്കെ ആണല്ലോ. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഒരു സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഭിത്തിയിൽ ഇതിൽ നിന്ന് വരുന്ന രശ്മികളെ കൊണ്ടുവന്ന് പതിപ്പിക്കുന്നു. അത്രയും മതി, കൂടുതൽ ചിന്തിക്കേണ്ട. ഒരു സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഭിത്തിയിൽ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് വരുന്ന രശ്മികളെ കൊണ്ടുവന്ന് പതിപ്പിക്കുകയാണ്. ഓക്കെയാണ്. ആ പതിപ്പിക്കുമ്പോൾ ആ രശ്മികളുടെ നിറം ഇളം പച്ച നിറത്തിൽ കാണുന്നു. സിമ്പിളായിട്ട് കിട്ടി, ഇളം പച്ച നിറത്തിൽ കാണുന്നു. ആ ഇളം പച്ചയൊക്കെ ഓർത്ത് വെക്കണം. എന്താണ് പൂശിയത്? സിങ്ക് സൾഫൈഡ്. കണ്ടോ, സിങ്ക് സൾഫൈഡ് പൂശിയ ഭിത്തിയിലേക്ക് എന്താ കൊണ്ട് പതിപ്പിച്ചത്? യെസ്, അപ്പോൾ ആ രശ്മികളെ കൊണ്ട് പതിപ്പിച്ചപ്പോൾ അവ ഇളം പച്ച നിറത്തിൽ തിളക്കമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ രശ്മികൾ എവിടുന്ന പുറപ്പെടുന്നത്? കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയതിനാൽ ഈ രശ്മികളെ എന്ത് വിളിച്ചു? കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു. ഓക്കെയാണ്. അതായത് കാഥോഡ് രശ്മികൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ക്രൂക്സ് ആണ്. ചോദ്യം വരും. അപ്പം കാഥോഡ് രശ്മികളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ക്രൂക്സ് ആണ് കേട്ടോ. വില്യം ക്രൂക്സ് ആണ്. കാഥോഡ് രശ്മികളെ കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സവിശേഷതകളിലേക്ക് കടക്കാം. അതിന് മുന്നേ ഓർത്ത് വെച്ചേക്കുക, കാഥോഡ് രശ്മികൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച സംയുക്തം സിങ്ക് സൾഫൈഡ് ആണ്. ഓക്കെ, കാഥോഡ് രശ്മികൾ കണ്ടെത്താൻ വേണ്ടി സിങ്ക് സൾഫൈഡ് ഉപയോഗിച്ചപ്പോൾ ലഭിച്ച നിറം ഇളം പച്ച നിറത്തിലുള്ള രശ്മികളാണ്. ഇളം പച്ച നിറത്തിലുള്ള രശ്മികളാണ്. കാഥോഡ് രശ്മികൾ കണ്ടെത്തിയാളുടെ പേര് എന്താന്ന് ചോദിച്ചാൽ വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികൾ കണ്ടെത്തിയാളുടെ പേര് വില്യം ക്രൂക്സ്. എന്താണ് വൈദ്യുത ഡിസ്ചാർജ് എന്ന് ചോദിച്ചാൽ വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്ത്? വൈദ്യുത ഡിസ്ചാർജ്. സെറ്റല്ലേ? സെറ്റാണെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയയിലോട്ട് കടക്കാൻ പോവാണ്. കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലിലേക്ക് കടക്കാൻ പോവാണ്. കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങൾ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. പക്ഷേ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ, അതായത് നമ്മുടെ സങ്ഷൻ പമ്പുകളാണ്, അതായത് കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്നതിനാലും വായു നീക്കം ചെയ്ത് ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട് കൊണ്ടും പഠനങ്ങൾ ശ്രമകരമായി മാറി. അപ്പം മൈക്കൽ ഫാരഡെ ശ്രമിച്ചു നോക്കി, പക്ഷെ അതിനുള്ള ഒരു സാങ്കേതിക വിദ്യ ആ സമയത്ത് ഇല്ലാത്തതിനാൽ അത് നടന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷമാണ് ഹെൻറിച്ച് ഗ്ലിസറുടെ വരവ്. 1854 നമ്മൾ കാഥോഡ് രശ്മികൾ കണ്ടെത്തുന്ന 1875 ഓർത്ത് വെച്ചാൽ 1875. അതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കൽ ഫാരഡെ ഇതിനു മുമ്പ് ശ്രമിച്ചു നോക്കി, നടന്നിട്ടില്ല. അതിനുശേഷം 1854 ഹെൻറിച്ച് ഗ്ലിസർ, ഇദ്ദേഹത്തെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഹെൻറിച്ച് ഗ്ലിസർ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചു. അപ്പൊ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്ത ആരാന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഗ്ലിസർ ആണ്. വർഷം 1854. ഒരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. 1854 ഹെൻറിച്ച് ഗ്ലിസർ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഡിസ്ചാർജ് ട്യൂബ്. തിരിച്ചു ചോദിക്കാം, ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറിച്ച് ഗ്ലിസർ ആണ്. അല്ലെങ്കിൽ ചേരുംപടി ചേർത്ത് ചോദിക്കാം, ഹെൻറിച്ച് ഗ്ലിസറിന് നേരെ എന്താ വരേണ്ടത്? ഡിസ്ചാർജ് ട്യൂബ് ഓർ നിർവാത പമ്പ് എന്നോർത്ത് വെച്ചുക, വാക്യൂം ട്യൂബ്. ഓക്കെ, ഇനി അടുത്ത മെച്ചപ്പെട്ട ഗ്ലീസർ ട്യൂബുകൾ ലഭ്യമായതോടെ, എന്താ ഗ്ലീസർ ട്യൂബ് എന്ന് വിളിച്ചത്? അതായത് ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയാൽ ആ ഹെൻറിച്ച് ഗ്ലിസർ ആയതുകൊണ്ടാണ് ഗ്ലീസർ ട്യൂബ് എന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചുക, മെച്ചപ്പെട്ട ഗ്ലീസർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലക്കർ ഇത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന്റെ എതിർവശത്തായി ഒരു ദീപ്തി, കണ്ടോ, ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഇനി തിളക്കത്തിന്റെ സ്ഥാനത്തിന് മാറ്റം വരുത്താമെന്നും ആര് കണ്ടെത്തി? നമ്മുടെ ജൂലിയസ് പ്ലക്കർ കണ്ടെത്തി.
കണ്ടെത്തി. അപ്പോൾ വില്യം ക്രൂക്സ് എന്താണ് ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചു. ആ ട്യൂബ് ഉപയോഗിച്ച് വില്യം ക്രൂക്സിലേക്ക് വരും മുന്നേ ജൂലിയസ് പ്ലക്കർ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് അത് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആറ്റത്തിന്റെ ഘടന എടുത്ത ചാപ്റ്ററിൽ ഞാനിത് ക്രമമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് പഠിച്ചേക്കുക. പുസ്തകത്തിൽ അടുക്കും ചിട്ടയില്ലാതാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്രമം ഇല്ലാതെ വരുന്നത്. അപ്പോൾ വില്യം ക്രൂക്സിനേക്കാൾ മുമ്പ് പരീക്ഷണം നടത്തിയത് മൈക്കൽ ഫാരഡെ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. മൈക്കൽ ഫാരഡെ പരീക്ഷണം നടത്തിയതിനു ശേഷം ആര് വരുന്നു, ഹെൻറിച്ച് ഗ്ലിസറുടെ വരവാണ്. ഹെൻറിച്ച് ഗ്ലിസർ ഡിസ്ചാർജ് ട്യൂബ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ട്യൂബ് കൊണ്ടുവന്ന ശേഷം അത് വെച്ചിട്ട് പരീക്ഷണം നടത്തുന്ന ആരാണ്, ജൂലിയസ് പ്ലക്കർ എന്ന് പറയപ്പെടുന്നുണ്ടോ. ജൂലിയസ് പ്ലക്കർ എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന്റെ എതിർവശത്തൊരു ദീപ്തി ഉണ്ടാകുന്നൊക്കെ കണ്ടെത്തിയ ആരാണ്, ജൂലിയസ് പ്ലക്കർ ആണ്. ആ ദീപ്തിയാ പിന്നെ നമുക്ക് എന്തായിട്ട് മാറുന്നത്, കാഥോഡ് റേസ് ആയിട്ട് മാറുന്നതെന്ന് ചിന്തിക്കുക. അപ്പൊ ജൂലിയസ് പ്ലക്കറിന് ശേഷമാണ് ആര് വരുന്നത്, വില്യം ക്രൂക്സിന്റെ വരവ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ക്രമത്തിന് വരേണ്ടതാണ് പുസ്തകത്തില്. പക്ഷെ പുസ്തകത്തിൽ എന്താണ് അടുക്കി പെറുക്കി കൊടുത്തിട്ടില്ല. ഞാനിത് അടുക്കി പെറുക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആറ്റത്തിന്റെ ഘടന എന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുസ്തകം പഠിക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ വായിച്ചു വിട്ടു. ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ, ആണ്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചേക്കാം. 1854 ഹെൻറിച്ച് ഗ്ലിസർ ആണ് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, പിന്നെ മെച്ചപ്പെട്ട ഗ്ലീസർ ട്യൂബുകൾ ലഭ്യമായതോടെ മൈക്കൽ ഫാരഡേക്ക് നല്ല ട്യൂബൊന്നും കിട്ടിയില്ലായിരുന്നു അല്ലേ. അതായത് നല്ല മെച്ചപ്പെട്ട ട്യൂബുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷണം വ്യക്തമായി ചെയ്യാതിരുന്നത്. എന്നാൽ മെച്ചപ്പെട്ട ഗ്ലീസർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലക്കർ അത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാമെന്നും ആര് കണ്ടെത്തി, ജൂലിയസ് പ്ലക്കർ തിരിച്ചറിഞ്ഞു. സെറ്റ് അല്ലേ. അതിന് ശേഷമാണ് വില്യം ക്രൂക്സിന്റെ വരവ്. അപ്പോൾ വില്യം ക്രൂക്സ് വന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു, കാഥോഡ് റേസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് മറ്റു കുറച്ച് സയന്റിസ്റ്റുകളും പരീക്ഷണം നടത്തിയിട്ടുണ്ട് വില്യം ക്രൂക്സിന് മുമ്പ്. ശ്രദ്ധിച്ചു വെച്ചോളുക. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജൊഹാൻ വില്യം ഹിറ്റ്ഫോർഡ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഹിറ്റോർഫ് എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ്. അപ്പോൾ ജൊഹാൻ വില്യം ഹിറ്റോർഫ് എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ്. പിന്നെ യുഗൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. യുഗൻ ഗോൾഡ്സ്റ്റെയിനെ നമുക്ക് പരിചയമുണ്ട്. 1876 എന്നീ സയന്റിസ്റ്റുകളും പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. കാഥോഡ് നിന്നും പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമെന്നും അവർ കണ്ടെത്തി. ഓർത്ത് വെച്ചേക്കാം. എല്ലാവരും വന്നിട്ട് പറഞ്ഞ എന്താണ്, കാഥോഡിൽ നിന്ന് വരുന്ന ഏതോ രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജൂലിയസ് പ്ലക്കർ ആ തിളക്കം കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താണ്, നമ്മുടെ ജൊഹാൻ വില്യം ഹിറ്റോർഫും പിന്നെ ഗോൾഡ്സ്റ്റെയിനും ഒക്കെ എന്താണ് വരികയാണ്. ഇവരും വന്നിട്ട് ആ തിളക്കത്തിന് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലായത് കാഥോഡ് ഭാഗത്ത് വരുന്ന രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ സിങ്ക് സൾഫൈഡ് പൂശിയ ഭിത്തിയിൽ കൊണ്ടുവന്ന് ആ രശ്മികളെ പതിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ് കാഥോഡിൽ നിന്ന് വരുന്ന ഈ രശ്മികളെ നമുക്ക് എന്ത് വിളിക്കാം, കാഥോഡ് രശ്മികൾ എന്ന് വിളിക്കാം. കാഥോഡ് രശ്മികളെ ആരാ കണ്ടുപിടിച്ചേ, കാഥോഡ് രശ്മികളെ കണ്ടെത്തിയ ആളുടെ പേര് പറഞ്ഞോ, വില്യം ക്രൂക്സ് കാഥോഡ് ഇന്നലെ നമ്മൾ പഠിച്ചേ ആണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ, കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ. സ്റ്റാർ ഇട്ടു കണ്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയിലോട്ട് കിടക്കാണ്, കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ എന്ന ഭാഗത്തോട്ട് കിടക്കുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇവിടെ എഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പറയുന്നതാണ്. ശ്രദ്ധിച്ചു വെച്ചു. അതാണ്ടേ, നിങ്ങളിത് ശ്രദ്ധിക്കുക. ഈ പേന ഒരു ഡിസ്ചാർജ് റേ ട്യൂബ് ആണെന്ന് കരുതിക്കൂ. ഇതെന്താ, ഡിസ്ചാർജ് റേ ട്യൂബ് ആണെന്ന് കരുതുക. ഈ ഡിസ്ചാർജ് റേ ട്യൂബിൽ കൂടി നമ്മൾ ആരെ കടത്തിവിടാൻ പോവാണ്, ഇത്രയും നേരം വൈദ്യുതിയെ കടത്തിവിട്ടല്ലേ പരീക്ഷണം ചെയ്തേ. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ വളർന്നു. നമ്മുടെ കയ്യിൽ ഇപ്പൊ കാഥോഡ് റേസ് ഉണ്ട് അല്ലെ. വില്യം ക്രൂക്സ് കണ്ടെത്തിയ കാഥോഡ് റേസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാഥോഡ് റേസിന്റെ സവിശേഷത കണ്ടെത്തണമെങ്കിൽ ആരെ കടത്തിവിടണം, കാഥോഡ് റേസിനെ കടത്തിവിടണം. അപ്പൊ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ കൂടി ആരെ കടത്തിവിടാൻ പോവാണ്, കാഥോഡ് റേസിനെ കടത്തിവിടാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ ഒരു അധാര്യ വസ്തുവിനെ ഫിക്സ് ചെയ്തു. ഒപ്പേക്കായുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു കല്ല് വെച്ചെന്ന് ചിന്തിച്ചു. ഓക്കെ, ഒരു കല്ല് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് ഒരു അധാര്യ വസ്തുവിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതാണ്ട് ഇതൊരു അധാര്യ വസ്തുവാണെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. അതാണ് ഇതൊരു അധാര്യ വസ്തുവാണെന്ന് മനസ്സിൽ കരുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അധാര്യ വസ്തുവിനെ, ഒരു ഒപ്പേക്കായുള്ള സബ്സ്റ്റൻസിനെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അതുപോലെ ആരെ കടത്തിവിടുകയാണ്, കാഥോഡ് റേസിനെ കടത്തിവിടുന്നു. നോക്കിയേ, കാഥോഡ് റേസിനെ കടത്തിവിട്ടപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ വെച്ച അധാര്യ വസ്തുവിന്റെ നിഴൽ രൂപപ്പെട്ടു. എന്ത് രൂപപ്പെട്ടു, നിഴൽ രൂപപ്പെട്ടു. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. നിഴൽ രൂപപ്പെട്ടുവെങ്കിൽ കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്.
കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? നേർരേഖയിലാണ്. അപ്പൊ കാഥോഡ് രശ്മികളുടെ ഒന്നാമത്തെ സവിശേഷത, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താന്ന് ചോദിച്ചാല് കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. കാഥോഡ് രശ്മികൾ എന്ത് ചെയ്യുന്നു? നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ ഈ ചെയ്ത പരീക്ഷണമാണ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒഫീഷ്യലി എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. അതേ ഒരു അധാര്യ വസ്തു വെച്ചു, എന്നിട്ട് കാഥോഡ് രശ്മികളെ കടത്തിവിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? അവയുടെ നിഴൽ രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കാഥോഡ് രശ്മികൾ നേർരേഖ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്ട് നേർരേഖ. ഒന്നാമത്തെ പോയിന്റ് കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. സെറ്റ് അല്ലേ? യെസ്, ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. അതായത് നമുക്ക് കാഥോഡ് രശ്മികളെ വീണ്ടും എടുക്കാം. നോക്കിയോ, ഇത് നമ്മുടെ ഡിസ്ചാർജ് റേ ട്യൂബ്. സെറ്റ്. മുമ്പ് ഒരു അധാര്യ വസ്തുവിനല്ലേ വെച്ചേ, ഇത്തവണ നമുക്ക് വേറൊരാളെ വെക്കാം. അതായത് കറങ്ങുന്ന ഇതളുകളുള്ള ഒരു ചെറിയ ഫാൻ കൊണ്ടുവന്ന് ഇതിന് ഉള്ളിൽ ഫിറ്റ് ചെയ്തു. ഓക്കെയാണ്. കറങ്ങുന്ന ഇതളുകളുള്ള ഒരു പൊടി ഫാൻ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ആരെയെ കടത്തി വിടുന്നത്? കാഥോഡ് റേസിനെ കടത്തി വിടിക്കാം. നോക്കിയേ, കാഥോഡ് റേസിനെ കടത്തി വിട്ടു. സെറ്റ്. കാഥോഡ് റേസിനെ കടത്തി വിട്ടപ്പോൾ ഈ ഫാൻ കറങ്ങാൻ തുടങ്ങി. ഈ ഫാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കറങ്ങാൻ തുടങ്ങി. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചിരിക്കുന്നു, കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. നോക്കിയേ, നമ്മുടെ കയ്യിൽ ഒരു കറങ്ങുന്ന ഇതളുള്ള ഒരു ഫാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കണ്ടില്ലേ? ഫാൻ കൊണ്ടുവച്ചേക്കുന്നു. കാഥോഡ് റേസിനെ കടത്തി വിടുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? നേരത്തെ ഇതിലുള്ള ഈ ഫാൻ കറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ചിന്തിട്ടേക്കുന്നുണ്ടോ? കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അത് ഒഫീഷ്യലി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് മാസ്. ഒന്ന്, കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. രണ്ട്, കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ രണ്ട് സവിശേഷതയായ മൂന്നാമത്തെ പറയാൻ പോവാണേ. നമ്മൾ ഇനി കൊണ്ടുവെക്കാൻ പോകുന്നത് നമ്മുടെ ഈ കാഥോഡ് റേ ട്യൂബ് ഉണ്ടല്ലോ, അതിനെ ഞാൻ ദാണ്ടെ വൈദ്യുത മണ്ഡലം, ഇലക്ട്രിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം. വൈദ്യുത മണ്ഡലം ഇലക്ട്രിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ചാർജൊക്കെ ഉണ്ടായിരിക്കുമല്ലോ? ഉണ്ടായിരിക്കും. നമ്മൾ ആരെ കടത്തി വിടുന്നത്? കാഥോഡ് റേസിനെയാണേ. എൻ്റെ കാഥോഡ് റേസിനെ കടത്തി വിട്ടു. കാഥോഡ് റേസിനെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാഥോഡ് രശ്മികൾ മുഴുവനും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കാൻ തുടങ്ങി. കാഥോഡ് റേ ട്യൂബിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് എന്ത് ചെയ്തു? എല്ലാവരും കൂടെ അങ്ങ് ചെന്നു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. കാഥോഡ് രശ്മികളുടെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. ഇവിടെ ചിത്രമൊക്കെ ഉണ്ട്. നമ്മുടെ കാഥോഡ് റേസ് ആണ്. കാഥോഡ് റേസ് ഇതൊരു വൈദ്യുത മണ്ഡലമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാഥോഡ് രശ്മികളെ കടത്തിവിട്ട് അപ്പോൾ അവരെല്ലാം എങ്ങോട്ടാണ്? അതാണ്ട് ഈ പോസിറ്റീവ് ഇട്ടേക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് ഭാഗത്തേക്ക് എല്ലാവരും കൂടെ അങ്ങ് ആകർഷിക്കപ്പെട്ടു. അതിൽ നിന്ന് മനസ്സിലാക്കാം കാഥോഡ് രശ്മികളുടെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഈ പുസ്തകത്തിൽ ഒഫീഷ്യലി എഴുതിയേക്കുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ഇത്. കാഥോഡ് രശ്മികളുടെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. പുസ്തകത്തിൽ ഒഫീഷ്യലി എങ്ങനെ എഴുതിയേക്കുന്നത്? കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് PSC ചോദ്യം ഇട്ട് തന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്തായിരുന്നു? കാഥോഡ് രശ്മികളുടെ ചാർജ് പോസിറ്റീവ് ആണെന്ന് ഇട്ട് തന്നെ. വിട്ടുകൊടുക്കല്ലേ? നെഗറ്റീവ് ആണ്. സെറ്റ് അല്ലേ? നെഗറ്റീവ് ആണ്. നാലാമത്തെ പോയിന്റ്, ഫൈനൽ പോയിന്റ് ഇവിടെ ഉണ്ട്. അതായത് ആ കാഥോഡ് രശ്മികളെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതെവിടെ ഇരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ആര്? കാഥോഡ് റേ ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് റേ ട്യൂബ്. നമ്മൾ ആരെ കടത്തിവിടുകയാണ്? കാഥോഡ് റേസിനെ കടത്തിവിടുകയാണ്. കാഥോഡ് റേസിനെ ഇടുമ്പോൾ ഈ കാന്തിക മണ്ഡലത്തിലെ കാഥോഡ് രശ്മികളുടെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ കാന്തിക മണ്ഡലത്തിന് ഇവയുടെ പാതയിൽ എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. പുറത്ത് വെച്ചേക്ക 4 പോയിന്റുകൾ നമ്മൾ ആരുമായി ബന്ധപ്പെട്ട് പഠിച്ചു? കാഥോഡ് രശ്മികളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. 4 പോയിന്റ് ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞേക്കാം. ഒന്നാമത്തെ പോയിന്റ്, കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. നാലാമത്തെ പോയിന്റ്, കാന്തിക മണ്ഡലത്തിൽ കാഥോഡ് രശ്മികളുടെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഇത്രയേ ഉള്ളൂ. 4 പോയിന്റുകൾ സെറ്റ് ആക്കി വെച്ചേക്കാം. 1 മാർക്കിന്റെ ഏരിയ ആണ് കൊണ്ട് കളയല്. സെറ്റ് അല്ലേ? ഇനി അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത സയന്റിസ്റ്റ്
ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ട്യൂബിലിരിക്കുന്നവരെ ഒന്നും നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ യാതൊരുവിധ കണ്ടുപിടുത്തത്തോടെ നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ട്യൂബിനുള്ളിലെ വാതകത്തെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ എന്തുണ്ടാകുന്നില്ല, മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് കാഥോഡ് രശ്മികളിലെ കണികകളെല്ലാം പദാർത്ഥങ്ങളിലും അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് വേറൊരാളെ മാറ്റി വെച്ചിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഇതുണ്ട്, ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളാണ് ആര്? ഇലക്ട്രോണുകൾ. ഈ കണികകളെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോണുകൾ. അപ്പൊ ഇവർ ഇത്രയും നേരം നടത്തിയ പരീക്ഷണം എന്ത് കണ്ടെത്താൻ വേണ്ടിയായിരുന്നു? ആറ്റത്തിലെ ആദ്യത്തെ കണികയെ കണ്ടെത്താൻ വേണ്ടിയാണ്. ആ കണികയുടെ പേരാണ് എന്ത്? ഇലക്ട്രോണുകൾ. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് ചാർജും മാസും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഇലക്ട്രോണുകളെ കണ്ടെത്തിയ ആളുടെ പേര് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആരാ? ജെ തോംസൺ. ഇലക്ട്രോണുകളെ കണ്ടെത്തിയ ആരാ? ജെ തോംസൺ. വില്യം ക്രൂക്സ് എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് കാഥോഡ് രശ്മികളെ കണ്ടെത്തിയതിന്റെ സവിശേഷതകൾ വരെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൂ. പിന്നീട് ആ രശ്മികൾ എന്താണ് ഇലക്ട്രോൺ ആണ് എന്ന് കണ്ടെത്തിയ ആളുടെ പേര് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളുടെ പേര് എന്താണ്? ജെ തോംസൺ. ഓക്കെ, ഇനി ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതത്തെ നമുക്ക് EM റേഷ്യോ എന്ന് വിളിക്കാം. അപ്പൊ ഇലക്ട്രിക് ചാർജ് മാസ് റേഷ്യോ ആണ് എന്ത്? EM റേഷ്യോ കണ്ടെത്തിയ ആളുടെ പേര് ജെ തോംസൺ. ഓർത്ത് വെച്ചേക്കണേ, EM റേഷ്യോ കണ്ടെത്തിയ ആളുടെ പേര് എന്താ? ജെ തോംസൺ എന്നാണ്. സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചോളുക. കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തെക്കാൾ ചെറിയ കണങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് ഈ കാഥോഡ് രശ്മികളെ കണ്ടെത്തിയത് വില്യം ക്രൂക്സ് ആണെങ്കിലും ആ കാഥോഡ് രശ്മികളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ ആരാണ്? ജെ തോംസൺ ആണ്. അപ്പൊ ജെ തോംസൺ അങ്ങനെ പഠനം നടത്തിയതെല്ലാം ശാസ്ത്രലോകം എന്ത് ചെയ്തു? അംഗീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആറ്റത്തെക്കാൾ ചെറിയ കണം ഈ ലോകത്ത് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഡിസ്ചാർജ് പരീക്ഷണങ്ങളും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി നമ്മുടെ ജെ തോംസന് 1906 കണ്ടോ, 1906 1906 ഓർത്ത് വെച്ചേക്കണ. 1906 രസായന നൊബേൽ ആണോ? അല്ല, ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹം നേടി. നമ്മൾ ചിന്തിക്കും ജെ തോംസനെ കെമിസ്ട്രി അല്ലേ പഠിക്കുന്നേ, അപ്പൊ സ്വാഭാവികമായിട്ട് രസായന നൊബേൽ അല്ലേ ലഭിക്കുക? അല്ല, പുള്ളിക്ക് ലഭിച്ചത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് നൊബേലാണ്. അപ്പൊ ഇവിടെ നമുക്ക് PSCക്ക് പണി തരാമല്ലോ. ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടാം. താഴെ തന്നിരിക്കുന്നതിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് അവർക്ക് ഇടാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 1906 രസായന നൊബേൽ ജെ തോംസൺ ലഭിച്ചു. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണ്, പക്ഷെ വ്യക്തമായി പഠിച്ച നിങ്ങൾക്ക് തെറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 1906 ഭൗതിക ശാസ്ത്ര നൊബേലാണ് ആർക്ക് ലഭിച്ചത്? ജെ തോംസണ് ലഭിച്ചത്. സെറ്റ് അല്ലേ? ആണ്. അപ്പൊ ഇത്രയധികം പരീക്ഷ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അവാർഡ് കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. 1906 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചു ആർക്ക്? നമ്മുടെ ജെ തോംസണ്. ഓക്കെ, ഇനി ഇലക്ട്രോണിന്റെ മാസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. ചാർജും മാസും ഒക്കെ നോക്കാൻ വേണ്ടി ആദ്യം ജെ തോംസൺ ശ്രമിച്ചു. അപ്പൊ അദ്ദേഹത്തിന് EM റേഷ്യോ കിട്ടിയതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇലക്ട്രോണിന്റെ EM റേഷ്യോ എന്ന് വെച്ചാൽ എന്തുവാ? ഇലക്ട്രോണിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ EM എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ല ഇലക്ട്രോൺ ആണെന്ന്. ഇലക്ട്രിക് ചാർജാ. എന്തുവാ? ഇലക്ട്രിക് ചാർജ് മാസ് റേഷ്യോ. എന്ത് വിളിക്കണം? ഇലക്ട്രിക് ചാർജ് മാസ് റേഷ്യോ, അല്ല ഇലക്ട്രോൺ മാസ് റേഷ്യോ എന്ന് വിളിക്കല്ലേ കേട്ടോ. ഇലക്ട്രോണിന്റെ EM റേഷ്യോ എന്നാ പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ ഇലക്ട്രിക് ചാർജ് മാസ് റേഷ്യോ എത്രയാണെന്ന് പഠിച്ചു വെക്കണം. പഠിച്ചോ? 1.76 × 10⁻11 കൂളംബർ/കിലോഗ്രാം. അവിടെ എന്താ കൂളംബർ/കിലോഗ്രാം വന്നേ? കൂളം എന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ്, അതാണ് M എന്ന് വെച്ചാൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, അതാണ് കൂളംബർ/കിലോഗ്രാം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചേ, EM റേഷ്യോ എത്രയാണ്? 1.76 × 10⁻11. പഠിക്കുക, 1.76 × 10⁻11 കൂളംബർ/കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ എന്ത്? EM റേഷ്യോ. സെറ്റ്. ഇനി അടുത്തേ, എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. ജെ തോംസന് ചാർജും മാസും കൂടെ ചേർത്ത് EM റേഷ്യോ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ചാർജും മാസും വെവ്വേറെ കണ്ടുപിടിക്കാൻ ആർക്ക് സാധിച്ചില്ല? ജെ തോംസന് സാധിച്ചില്ല എന്ന് ഓർത്ത് വെച്ചേക്കാം.
പിന്നീട് അടുത്ത ആൾ വരാൻ പോവാണേ. പിന്നീട് വരുന്ന സയന്റിസ്റ്റ് ആണ് റോബർട്ട് മില്ലിക്കൺ, അതായത് റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ, RA മില്ലിക്കൺ കേട്ടോ. പിന്നീട് റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ വേറൊരു പരീക്ഷണം നടത്താൻ പോവാണ്. അദ്ദേഹത്തിന് പ്രശസ്തമായ പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിന് മലയാളം എന്താ? എണ്ണത്തുള്ളി പരീക്ഷണം. എന്താണ്? എണ്ണത്തുള്ളി പരീക്ഷണം. മലയാളം ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കണേ. എണ്ണത്തുള്ളി പരീക്ഷണം. അപ്പോൾ റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് നടത്തിയ പരീക്ഷണം ഏതാന്ന് ചോദിച്ചാൽ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ കിട്ടുന്ന എവിടുന്ന? മില്ലിൽ നിന്നല്ലേ. മില്ലിൽ നിന്ന് പോയിട്ടല്ലേ എണ്ണയാട്ടി ഓയിൽ എടുക്കുക. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് അല്ലെങ്കിൽ എണ്ണത്തുള്ളി പരീക്ഷണം നടത്തി. ഇതിലൂടെ ഇലക്ട്രോണിന് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. ഓക്കെ, ഇലക്ട്രോൺ ഓൾറെഡി ചാർജ് നെഗറ്റീവ് ആണെന്ന് ജെ തോംസൺ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്നാലും ആ ചാർജ് എത്രയാണെന്ന് നിർണ്ണയിച്ച ആളുടെ പേരാണെന്ത്? മില്ലിക്കൺ. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴി ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴി റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ ആണ് ഇലക്ട്രോണിന് ചാർജ് നിർണ്ണയിച്ചത്. എത്രയാ ചാർജ്? 1. പഠിച്ചോണേ, 1.6. ഞാൻ ഇങ്ങോട്ട് എഴുതാം. 1.6 × 10⁻⁹ കൂളം. അത് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നാ കണ്ടെത്തിയത്. അപ്പൊ തുടക്കം എന്ത് കൊടുക്കണം? നെഗറ്റീവ് എന്ന് കൊടുക്കണം. അപ്പൊ -1.6 × 10⁻⁹ കൂളം എന്ന് പഠിക്കണം. ഓക്കെ ആണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേക്കാം. റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ തന്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് അല്ലെങ്കിൽ എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻⁹ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, ചാർജ് ഒന്ന് പറഞ്ഞേയില്ല. ഇലക്ട്രോണിന്റെ ചാർജ് കേൾക്കട്ടെ. യെസ് പറഞ്ഞു, -1.6 × 10⁻⁹ കൂളം. പഠിച്ചില്ലേ? യെസ്, എളുപ്പമാണ്, ഓർത്ത് വെച്ചേക്കുക. ഉണ്ടെന്ന് കണ്ടെത്തി. ഇതിൽ നിന്നും ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഇലക്ട്രോണിന്റെ മാസ് കണ്ടെത്തിയാരാ? മില്ലിക്കൺ ആണ്. പുതിയ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് മാസ് മില്ലിക്കൺ ആണ് കണ്ടെത്തിയെന്നാണ്. ഇത് പുതിയ പുസ്തകമാണ്. മാസ് കണ്ടെത്തിയത് മില്ലിക്കൺ എന്നാണ്. എന്നാൽ നമ്മുടെ NCERT ടെസ്റ്റിൽ പറഞ്ഞേക്കുന്നത് ആക്ച്വൽ മാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ കാര്യമുണ്ട്. അത് PSC ആണത് വരുത്തേണ്ടത്. PSC എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും ആൻസർ. ഓർത്ത് വെച്ചേക്കുക, മാസ് കണ്ടെത്തിയത് SCERT കൊടുത്തേക്കുന്ന മില്ലിക്കണും NCERTയിൽ ജെ തോംസണുമാണ്. PSC ഏത് ലെവൽ എക്സാം ആണെന്ന് കരുതിയാൽ ഇടുക, ആ ലെവലിലിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ തീർച്ചയായിട്ടും NCERT നോക്കി ക്വസ്റ്റ്യൻ ഇടുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ NCERTയിൽ ആൻസർ എടുക്കുന്നതായിരിക്കും അവർ, +2 ലെവൽ പരീക്ഷയാണെങ്കിൽ. എന്നാൽ LPUP ഉള്ള പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ SCERT ടെസ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും? 10th ലെവൽ പരീക്ഷകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും മാസ് കണ്ടെത്തിയാരെന്ന് ചോദിച്ചാൽ മില്ലിക്കൺ എന്നായിരിക്കും ഓപ്ഷനിൽ വരിക. അപ്പോൾ അത് യുക്തിപൂർവ്വം നിങ്ങൾ എഴുതുക. രണ്ടുപേരും കൂടെ ഓപ്ഷനിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകും. ഒരാളെ ഓപ്ഷനിലുള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക? അതനുസരിച്ച് ആൻസർ എഴുതുക. സെറ്റ് അല്ലയോ? എഴുതി നമുക്ക് വായിക്കാം. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് വായിക്കുന്നത്. ഇലക്ട്രോണിന് മാസ് കണ്ടെത്തി. ഇലക്ട്രോണിന്റെ മാസ് ആരാ കണ്ടെത്തിയേ? മില്ലിക്കൺ. എത്രയാ മാസ് എന്ന് പറയാൻ ശ്രദ്ധിച്ചു. 9.1 × 10⁻⁻31 കിലോഗ്രാം. ഒന്ന് പറഞ്ഞേ, മാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. മാസ് എത്രയാണ്? 9.1 × 10⁻⁻31 കിലോഗ്രാം. പഠിച്ചേ, 9.1 × 10⁻⁻31 കിലോഗ്രാം ആണ് മാസ് എന്ന് കണക്കാക്കുകയും ചെയ്ത് ആരാണ്? മില്ലിക്കൺ ആണ്. സെറ്റല്ലേ? ഒന്നുകൂടെ വായിക്കാം. ഈ ഭാഗത്ത് ഏറെ ചോദ്യമുണ്ട്, ശ്രദ്ധിച്ചിരുന്നോളുക. ഇലക്ട്രോണിന്റെ EM റേഷ്യോ അത് എത്രയായിരുന്നു? 1.76 × 10⁻11 കൂളം/കിലോഗ്രാം. നോക്കിയേ, EM റേഷ്യോയിൽ നെഗറ്റീവേ ഇല്ല. കണ്ടില്ലേ? അത് കണ്ടെത്തിയ ആളുടെ പേര് ജെ തോംസൺ. ഇനി ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. പിന്നെ വരുന്ന ആരാ? റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ പേരെന്താ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം അല്ലെങ്കിൽ എണ്ണത്തുള്ളി പരീക്ഷണം. അത് നടത്തിയിട്ട് ഇലക്ട്രോണിന് ചാർജ് കണ്ടെത്തി. എത്രയാ ചാർജ്? -1.6 × 10⁻⁻19 കൂളം. എന്നിട്ട് പിന്നീട് എന്ത് കണ്ടുപിടിച്ചു? അതിൽ നിന്ന് മാസും കണ്ടുപിടിച്ചു. മാസ് എത്രയാണ്? 9.1 × 10⁻⁻31 കിലോഗ്രാം ആണ്. സെറ്റ് അല്ലേ? സെറ്റ്. എളുപ്പം പഠിച്ചു അല്ലേ നമ്മൾ? ഇനി അടുത്ത ഇലക്ട്രോണിന്റെ മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അധാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്നുള്ള കാര്യം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യമാണ്, ജസ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് മാത്രം. ഇനി അടുത്ത് പ്രോട്ടോണിലേക്കാണ് യാത്ര. അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു, അതിന്റെ മാസും ചാർജും ഒക്കെ പറഞ്ഞു. ഇനി പ്രോട്ടോണിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രോട്ടോണിനെ കുറിച്ച് പറയുമ്പോൾ പ്രോട്ടോണിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? അത് ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. ഓർത്ത് വെച്ചേക്ക, 1886 ഗോൾഡ്സ്റ്റെയിൻ, യുഗൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വായിച്ചേക്ക. യുഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള
കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഓക്കെ, ഈ കനാൽ രശ്മികളുടെ ചാർജ് പോസിറ്റീവ് ആണ്. നോക്കിയേ, ഇപ്പൊ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്ന്, അതായത് ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ഇവയെ ആനോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അതായത് കനാൽ രശ്മികൾ അല്ലെങ്കിൽ ആനോഡ് രശ്മികൾ ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ യുഗൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. അപ്പോൾ പ്രോട്ടോണിന്റെ ചരിത്രം പറയുമ്പോൾ ആരെ മറക്കാൻ പറ്റത്തില്ല? ഗോൾഡ്സ്റ്റെയിനെ മറക്കാൻ പറ്റില്ല. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, പ്രോട്ടോണിനെ കുറിച്ച് പറയുമ്പോൾ 1886 യുഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സൂക്ഷ്മങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തി. അപ്പോൾ പോസിറ്റീവ് ഭാഗത്ത് ഉള്ള ലോഹത്തകിടിൽ നിന്നും, അതായത് ആനോഡ് ഭാഗത്ത് നിന്നും വരുന്നതിനാൽ ഇവയെ നമ്മൾ എന്ത് വിളിച്ചു? ആനോഡ് രശ്മികൾ. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കാഥോഡ് രശ്മികളുമായിട്ട് ആർക്കാ ബന്ധം? വില്യം ക്രൂക്സിന്. ആനോഡ് രശ്മികളുമായിട്ട് ആർക്കാ ബന്ധം? ഗോൾഡ്സ്റ്റെയിന്. സെറ്റ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ലെവലിൽ ചേരുംപടി ചേർക്കൽ മാച്ച് ദ ഫോളോയിങ് നമുക്ക് ഇവരെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചു വെച്ചേക്കാം. അപ്പോൾ ആനോഡ്. ഇനി അടുത്തത് ഗോൾഡ്സ്റ്റെയിൻ ഈ രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഓക്കെ, പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അതായത് നമ്മുടെ ഈ രശ്മി ഉണ്ടല്ലോ, ആനോഡ് രശ്മികളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ടും അദ്ദേഹം മനസ്സിലാക്കി. ഓർത്തോശികളുടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ഗോൾഡ്സ്റ്റെയിൻ അതായത് ആനോഡ് രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയില് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിലെ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ടും അദ്ദേഹം മനസ്സിലാക്കി. ആര്? ഗോൾഡ്സ്റ്റെയിൻ. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ഒരു പരീക്ഷണം ചെയ്തു. ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതാണെന്നും കണ്ടെത്തി. ഇതൊരു സബ് അറ്റോമിക് കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഈ ഇവിടെ വരെയുള്ള കാര്യങ്ങളെ ആരെക്കുറിച്ചുള്ളൂ? ഗോൾഡ്സ്റ്റെയിനെ കുറിച്ചുള്ളൂ. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് ആര് കണ്ടെത്തി? അവിടെ വരെ കണ്ടെത്തിയ ആളുടെ പേര് ഗോൾഡ്സ്റ്റെയിൻ എന്നാണ്. പിന്നീട് നടന്ന ചരിത്രം ഇതൊരു സബ് അറ്റോമിക് കണമാണെന്നും അത് കണ്ടെത്തി അതിന് പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും എല്ലാം ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ ഇവിടെ മുതൽ അടുത്ത ആളുടെ പേര് ഓർത്തോണം, ഇതൊരു സബ് അറ്റോമിക് കണമാണെന്നും ഓക്കെ ആണെന്ന് കണ്ടെത്തുകയും പ്രോട്ടോൺ എന്ന പേര് കണ്ടോ, പ്രോട്ടോൺ എന്ന പേര് കണ്ടോ, ശ്രദ്ധിച്ചോണം, എന്ന പേര് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് നൽകിയത്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ പ്രോട്ടോണിന്റെ ചരിത്രം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഓർത്ത് വെച്ചോളൂ, ആദ്യത്തെ തുമ്പിട്ട് തന്നത് ഗോൾഡ്സ്റ്റെയിൻ ആണ്. ഗോൾഡ്സ്റ്റെയിനിൽ നിന്ന് മാലിലേക്ക് എത്തിയിരിക്കുന്നു യെസ് മഹാനായ ഏണസ്റ്റ് റൂദർഫോർഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ഇതൊരു സബ് അറ്റോമിക് കണമാണെന്ന് കണ്ടെത്തുകയും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും എല്ലാം ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അവിടെ ചോദ്യമുണ്ട്, പ്രോട്ടോണിന് പേര് നൽകിയത് ആര്? പ്രോട്ടോണിന് പേര് നൽകിയ ആരാണ്? യെസ്, അത് നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിന്റെ മുൻഗാമി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യെസ്, അത് ആനോഡ് രശ്മികളാണ്. അത് ആരുടെ സംഭാവനയാണ്? യെസ്, നമ്മളുടെ യുഗൻ ഗോൾഡ്സ്റ്റെയിന്റെ സംഭാവനയാണ്. ഓർത്ത് വെച്ചേക്കുക. സെറ്റ് അല്ലേ? യെസ്, അപ്പൊ നമ്മൾ ഏണസ്റ്റ് റൂദർഫോർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏറെ കാര്യങ്ങൾ ഏണസ്റ്റ് റൂദർഫോർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 1 by 1 ആയിട്ട് നോക്കാം നമുക്ക്. യെസ്, അതിന് മുന്നേ ആറ്റത്തിനൊരു മാതൃക വേണമല്ലോ. യെസ്, അപ്പൊ പരീക്ഷണങ്ങൾ തുടരുകയാണ്. നമുക്ക് ഏണസ്റ്റ് റൂദർഫോർഡിലേക്ക് വരുന്നതിന് മുമ്പ് ആരെയും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. യെസ്, ആറ്റത്തിന്റെ മാതൃകയിലേക്ക് കടക്കണം. ആറ്റത്തിന്റെ മാതൃകയാണ് ഒരു മാതൃക വരികയാണ്, പ്ലം പുഡിംഗ് മാതൃക. ഏതാ വരുന്നത്? പ്ലം പുഡിംഗ് മാതൃക. പിന്നെ ഇടയിൽ പ്ലം പുഡിംഗ് എന്ന് പറയുന്ന ഒരു മാതൃക കൂടി വരുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ആ മാതൃകയുടെ ചിത്രം കാണാൻ സാധിക്കും. അതായത് ഒരു വലിയൊരു ഗോളാകൃതിയിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തെ കാണാം. അതിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവയുടെ ചാർജുകളുടെയും പോസിറ്റീവ് നെഗറ്റീവിൻ്റെയും എല്ലാം പോസിറ്റീവ് നെഗറ്റീവും ചാർജ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഈക്വലായി തന്നെ നമുക്കിതിൽ കാണാനും സാധിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വായിച്ചു നോക്കിയാലോ. ആറ്റത്തില് നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇത്രയും കാര്യം കിട്ടിയപ്പോൾ ജെ തോംസൺ ആറ്റത്തിന് ഒരു മാതൃക കൊണ്ടുവന്നു. കണ്ടേ, നോക്കിയേ, ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ, അതാരാണ്? ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ ഏത് മാതൃക കൊണ്ടുവന്നു? പ്ലം പുഡിംഗ് മാതൃക. അവിടെ ചോദ്യമുണ്ട്, പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ആരാ? ജെ തോംസൺ ആണ്.
ഇനി അടുത്തത് ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ, കണ്ടോ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളമാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ അല്പം മുമ്പ് ചിത്രത്തിൽ കണ്ടിരിക്കുന്നത്. കണ്ടോ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തിരിക്കുന്നു, വിന്യസിച്ചിരിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം തുല്യമായിരിക്കും. പഠിച്ചോണേ, ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അതിനാൽ ആറ്റം എന്താണ്, വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അതിനിടയ്ക്ക് ജെ തോംസൺ പോയിട്ട് എന്ത് കൊണ്ടുവന്നു, പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്നു. പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്ന ശേഷം ആ മാതൃകയെക്കുറിച്ച് ഞാൻ നമ്മുടെ ആറ്റം ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ചിത്രമൊക്കെ കൊടുത്തിട്ട് ഞാൻ അടിപൊളിയായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ കാണണം കേട്ടോ. ഇതിൽ പുസ്തകത്തിനകത്ത് മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ശ്രദ്ധിച്ചു വെച്ചേക്കുക, അതും കൂടെ കേൾക്കണം കേട്ടോ, മറക്കല്ല. അപ്പോൾ ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണെന്നും ആറ്റത്തിന്റെ ഉള്ളിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജും തുല്യമാണെന്നും ഇവിടെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ആറ്റം ഗോളാകൃതിയിലാണെന്ന് അവകാശപ്പെട്ടത് ആര് തന്നെയാണ്, ജെ തോംസൺ ആണ്. അപ്പം പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്ന ആളുടെ ജെ തോംസൺ. ആറ്റത്തിന്റെ ആകൃതി പറഞ്ഞത് ഗോളാകൃതിയാണ്. ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകളുടെയും പോസിറ്റീവ് ചാർജിന്റെയും എണ്ണം തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആറ്റം വൈദ്യുതപരമായിട്ട് എന്താണ്, നിർവീര്യമാണെന്നും പറഞ്ഞു. പക്ഷെ ഇതിന് വിശദമായ ഒരു നല്ല വിശദീകരണം നൽകാൻ ആർക്ക് സാധിച്ചില്ല, ജെ തോംസന് സാധിക്കാത്തതിനാൽ ഈ മാതൃക എന്ത് ചെയ്യപ്പെട്ടു, പിന്തള്ളപ്പെട്ടു. സെറ്റല്ലേ? സെറ്റാണെന്ന് കരുതുന്നു. പോന്നു മുന്നോട്ട്. ഇനി അടുത്തത് നമുക്ക് റേഡിയോ ആക്ടിവിറ്റിയിലേക്കൊന്ന് പോകാം. ഇത് നമുക്ക് അടുത്ത കണികയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി, നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റുപാടും നിരവധി മൂലകങ്ങളുണ്ട്. അതിൽ ചില മൂലകങ്ങൾക്ക് റേഡിയോ ആക്റ്റീവ് സ്വഭാവമുണ്ട്. റേഡിയോ ആക്റ്റീവ് സ്വഭാവമുണ്ട്. അതായത് യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. പുറത്തു വെച്ചേക്കുക, മൂലകങ്ങളിൽ നിന്ന് ചില രശ്മികൾ പുറത്തേക്ക് വരാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതും ഭയങ്കര വീര്യം കൂടിയതും അതോടൊപ്പം തന്നെ മാരക വിഷവും ഒക്കെ ആയിട്ടുള്ളതാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, റേഡിയോ ആക്റ്റീവ് രശ്മികൾ എന്ന് പറയാൻ സാധിക്കും. അതായത് യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ, റേഡിയേഷൻസ് പുറത്തേക്ക് വിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 1986 ഹെൻറി ബെക്കുറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയാരാ, 1896 ഹെൻറി ബെക്കുറലാണ്. ഓർത്ത് വെച്ചാൽ ഒരു ചോദ്യമാണ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയാളുടെ പേര് ചോദിക്കും, ആര്, ഹെൻറി ബെക്കുറൽ. 1896 ഹെൻറി ബെക്കുറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. റേഡിയോ ആക്ടിവിറ്റി പ്രകാരം റേഡിയോ ആക്റ്റീവായുള്ള മൂലകങ്ങളിൽ നിന്ന് എത്ര കിരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, 3 തരം കിരണങ്ങൾ. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യെസ്, അപ്പൊ നമുക്ക് അവരെ എല്ലാവരെയും പരിചയമുണ്ട്. ആ കണികകൾ ഒന്നാമത്തെ ആള് ആൽഫ കണികയാണ്, രണ്ടാമത്തെ ആള് ബീറ്റ കണികയാണ്, അടുത്ത കണിക ഏതാണ്, ഗാമയാണ്. ഓർത്ത് വെച്ചേക്കുക, പുറത്തേക്ക് വരുന്ന കണികകൾ ഏതൊക്കെയാണ്, ആൽഫയും ബീറ്റയും ഗാമയുമാണ്. ആൽഫയുടെ ചാർജ് ഏതാ, പോസിറ്റീവ് ആണ്. ബീറ്റയുടെ ചാർജ് ഏതാ, നെഗറ്റീവ് ആണ്. ഗാമയ്ക്കോ ചാർജ് ഇല്ല, ചാർജ് ഇല്ല. നമുക്ക് അറിവുള്ള കാര്യമാണ്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ടത്, വായിച്ചോളുക. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഒന്നും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. അപ്പം അതുപോലെ പഠിച്ചോണം. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കണങ്ങള്, പിന്നെ നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കണങ്ങള്, പിന്നെ ആരാണ്, ചാർജും മാസും ഒന്നും ഇല്ലാത്ത ഗാമ കിരണങ്ങളും ആണവ. അപ്പോൾ നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയുള്ള മൂലകങ്ങളിൽ നിന്ന് ചില കിരണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും എത്ര പേര്, 3 പേര്. അതിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആൽഫയാണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ബീറ്റയാണ്, ഗാമയാണെങ്കിൽ ചാർജ് ഇല്ല എന്നും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ആളുടെ പേര് ഓർത്തിരിക്കണം. ആരാണ്, ഹെൻറി ബെക്കുറലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. സെറ്റല്ലേ? അപ്പോൾ മുന്നോട്ട് പോകാം നമുക്ക്. ഇനി അടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡിലേക്കാണ് അല്ലേ. ഏണസ്റ്റ് റൂദർഫോർഡ്, യെസ്. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയപ്പെടുന്ന സയൻറ്റിസ്റ്റിൻ്റെ ജീവിത കാലയളവ് ഇവിടെ തന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 1937 വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആര്, ഏണസ്റ്റ് റൂദർഫോർഡ്. നമുക്ക് നോക്കാം, ഏണസ്റ്റ് റൂദർഫോർഡ് നടത്തിയ പരീക്ഷണത്തിൻ്റെ പേര് പഠിക്കണം ആദ്യം. റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന് ഞാൻ ക്ലാസ്സിൽ ഒരു പേരൂടെ പറഞ്ഞിരുന്നുണ്ട്. ഏതാണ്, ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം. ഓർമ്മ വന്നോ? യെസ്, ആൽഫ റേ സ്കാറ്ററിംഗ്
സ്കാറ്ററിംഗ് പരീക്ഷണം. ആ ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങളോട് വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിച്ചത് ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം. അപ്പോൾ റൂദർഫോർഡിന്റെ പരീക്ഷണത്തിന്റെ പേരെന്താ? ഗോൾഡ് ഫോയിൽ പരീക്ഷണം. അപ്പോൾ നമുക്ക് ചെയ്താലോ? അപ്പോൾ ദാണ്ടേ പരീക്ഷണം നടക്കുന്ന വർഷമൊക്കെ ഉണ്ട് 1911. നോക്കിയോ, 1911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം ഒറ്റയ്ക്കാണോ? അല്ല, വേറെ കുറച്ചുകൂടെ. ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാഡ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ കൂടി ആൽഫാ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണം നടത്തി. അപ്പൊ ഞാൻ മുമ്പ് എന്തിനാണ് ആ റേഡിയോ ആക്റ്റീവത അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതിൽ നിന്ന് നമുക്ക് ഒരു കിരണത്തെ ആവശ്യമുണ്ട്, ആൽഫ റേസിനെ ആവശ്യമുണ്ട്. ആരെയാണ്? ആൽഫ റേസ്. അതിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പരീക്ഷണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തെ നമ്മൾ ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം അല്ലെങ്കിൽ ആൽഫ റേ പരീക്ഷണം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡ് ഒറ്റയ്ക്കാണോ? അല്ല, ഏണസ്റ്റ് റൂദർഫോർഡിനൊപ്പം ആരൊക്കെയുണ്ട്? യെസ്, നമ്മുടെ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാഡ്സൺ തുടങ്ങിയ സയന്റിസ്റ്റുകൾ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാഡ്സൺ എന്നല്ല, മാസ്ഡൺ കേട്ടോ, മാഡ്സൺ. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ ആൽഫാ കിരണങ്ങൾ പതിപ്പിച്ചു പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിച്ചു. നോക്കാം പരീക്ഷണം എങ്ങനെയാണെന്ന്. നോക്കിയേ, റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫാ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണ തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ വരച്ചൊക്കെ പഠിച്ചതാണ്. ഇതാണ്ട് ഈ കാണുന്നതാണ് സ്വർണ്ണ തകിട്. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെക്കും. ഇവിടെയാണെങ്കിൽ എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിൽ നിന്നും ആൽഫ റേസ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഇങ്ങനെയാണ് അദ്ദേഹം പരീക്ഷണം തുടങ്ങുന്നത്. നേരത്തെ സ്വർണ്ണ തകിടിൽ കൂടി എന്ത് ചെയ്യുകയാണ്? ആൽഫ കിരണങ്ങളെ ഇങ്ങനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്, അല്ലെ? ആൽഫ കിരണങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ സ്വർണ്ണ തകിടിൽ കൂടി ആര് കടന്നു പോകുന്നു? യെസ്. എന്നിട്ട് അവയുടെ പാതയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. സ്വർണ്ണ തകിടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എന്ത് ചെയ്തു? പതിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. ഓക്കെ, പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. അതാ ശ്രദ്ധിച്ചോണേ. ഇങ്ങനെയാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് കണ്ടല്ലോ, അത് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം പുറത്ത് വെച്ചിട്ടുണ്ട്. നടുക്ക് സ്വർണ്ണ തകിട് വെച്ചേക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ആൽഫ റേസിനെ കടത്തിവിടുന്നുണ്ട്. കുറച്ച് പേര് അവിടെ പോയി പതിക്കുന്നു. ഒരാൾ സെൻട്രൽ പോയി പതിച്ചിട്ട് തിരിച്ചു വന്നു. ഇത്രയാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, ഇതിൻ്റെ ചിത്രം കാണിച്ചു തരാമേ. ഇതാണ് സംഭവം. ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം കാണാമല്ലോ. നടുക്കൊരു സ്വർണ്ണ തകിട് വെച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ നിന്ന് ആൽഫ റേസ് ഇങ്ങനെ കടന്നു പോവാണ്. ഓൾമോസ്റ്റ് ആൽഫ റേസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരാൾ മാത്രം അവിടെ പോയിട്ട് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഒരാൾ മാത്രം എന്ത് ചെയ്തു? അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണാം. ബാക്കി എല്ലാവരും ചിന്നിത്തിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരിയല്ലേ? ഒരാൾ മാത്രമേ ഇതേണ്ടേ തിരിച്ചു വരുന്നുള്ളൂ. കണ്ടോ, തിരിച്ചു വരുന്ന ആളെ നിങ്ങൾ കണ്ടു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയേ, എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണ തകിടിൽ കൂടെ യാതൊരുവിധ വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. ഇത് സ്റ്റാർ ഇട്ട് പഠിക്കണേ, ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണ തകിടിൽ കൂടെ യാതൊരുവിധ വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. നമ്മൾ കടത്തിവിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും എന്ത് ചെയ്തു? അതിൽ കൂടി കടന്നുപോയി. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണ തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച്, എല്ലാവരും അങ്ങ് നേർരേഖയിലൊന്നും പോയില്ല. ചിലർ എന്ത് ചെയ്തു? നേർരേഖയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വ്യതിചലിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ചോദ്യമുണ്ട്, വളരെ കുറച്ച്. ഇതാണ് PSC കൂടുതൽ നീട്ടുന്നത്. ഓർമ്മ ഒന്ന് കാണുമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. അതെ, അപ്പോൾ വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, ഏകദേശം 20,000 എണ്ണത്തിനകത്ത് ഒരെണ്ണം മാത്രം. കണ്ടോ, 20,000 കണങ്ങൾ പോയാലും എല്ലാവരും ഒരു വ്യതിയാനം ഇല്ലാതെ കടന്നുപോയി. പക്ഷെ അതിനകത്ത് ഒരെണ്ണം, റിബൽ ഉണ്ടല്ലോ, ഒരെണ്ണം, വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. കണ്ടോ, അതായത് 20,000-ൽ ഒരെണ്ണം മാത്രം പോയിട്ട് തിരിച്ചു വന്നു. അതും സെൻട്രിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വന്നു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം 180 ഡിഗ്രി കോണളവ്, അപ്പോൾ സെൻട്രല്ലേ ആണ്, 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ചിട്ട് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഇതാണ് ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണത്തിന്റെ നിരീക്ഷണ ഫലങ്ങൾ, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന്റെ നിരീക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണ തകിടിൽ കൂടെ യാതൊരുവിധ വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. സെറ്റ്. ഇനി ചില ആൽഫ കണങ്ങൾ സ്വർണ്ണ തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ എന്ത് ചെയ്തു? ഒന്ന് വ്യതിചലിച്ചു. പിന്നെന്താ? വളരെ കുറച്ച്
എന്ന് വെച്ചാൽ 20,000-ൽ ഒരെണ്ണം എന്ത് സംഭവിച്ചു? 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ചിട്ട് തിരിച്ചു വന്നു. സെറ്റല്ലേ? അപ്പോൾ വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. ആൽഫ കണങ്ങളാണ്, പോസിറ്റീവ് ചാർജാണ്, തിരിച്ചു വന്നു. സെറ്റ്. ഇനി ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? യെസ്, അതായത് ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗവും ശൂന്യമാണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗം എന്താണ്? ശൂന്യമാണ്. എങ്ങനെ മനസ്സിലായി? ഭൂരിഭാഗം ആൽഫ കണങ്ങളും കടന്നുപോയില്ലേ? യെസ്, അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും യാതൊരുവിധ വ്യതിയാനവും കൂടാതെ കടന്നുപോയതിന് കാരണം ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ഇത് ഓൾറെഡി PSC ചോദ്യമാണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങൾ ശൂന്യമാണ്. ആരുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്? ഏണസ്റ്റ് റൂദർഫോർഡുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചോണെ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തൂടെ കടന്നുപോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. എന്ന് വെച്ചാൽ ആറ്റത്തിന്റെ ഉള്ളിൽ എവിടെയോ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിലേക്ക് ആൽഫയിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജിൽ നിന്ന് മുട്ടിയപ്പോഴാണ് അവ ചെറുതായിട്ട് എന്ത് ചെയ്ത് വ്യതിചലിച്ചത്. അപ്പം നിങ്ങൾ ചിന്തിച്ചേ, അതായത് ആറ്റത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ? ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആ പോസിറ്റീവുകളല്ലേ വികർഷിക്കപ്പെടുക, റിപ്പിൾ ചെയ്യുക ആണ്. അപ്പോൾ ഒരു പോയിന്റ് അവിടെ കിട്ടി. അടുത്ത പോയിന്റ്, ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തിയിലാണ് എന്ന് മനസ്സിലാക്കി ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണെന്നും ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവില് ചലിച്ചിട്ട് തിരിച്ചു വന്നതെന്നും, അതായത് സ്വർണ്ണത്തകടിന്റെ സെൻട്രൽ ഭാഗത്ത് ചെന്നപ്പോഴാണല്ലോ ഇവ എന്ത് ചെയ്ത് നമ്മുടെ ആൽഫ റൈസ് കറക്റ്റ് ചെയ്യുന്ന മുട്ടിയിട്ട് എന്ത് ചെയ്തു? തിരിച്ചിങ്ങ് വരിക ചെയ്തു. കാരണം എന്താ? ആൽഫയുടെ ചാർജും പോസിറ്റീവാ. ഈ ഭാഗത്തും പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണല്ലോ അവ തിരിച്ചു വന്നത്. പോസിറ്റീവ് എന്ത് ചെയ്യടെ? വികർഷിക്കപ്പെടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ് പറഞ്ഞോ, ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് എവിടെയുണ്ട്? സെൻട്രൽ ഭാഗത്തുണ്ട്. ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ചെറിയ വ്യാപ്തിയിലാണ് കാണപ്പെടുന്നത്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, പൂർണ്ണമായും ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കേന്ദ്രഭാഗം എന്തായിരിക്കും? ചെറുതാണ്. ഇതിന് നേരെ ചെന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ ചെന്നിട്ട് തിരിച്ചു വന്നത്. ഈ കേന്ദ്രഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ചോദ്യം, ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര്? ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏത് പരീക്ഷണം വഴി? ഗോൾഡ് ഫോയിൽ പരീക്ഷണം, അല്ലെങ്കിൽ ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം. സെറ്റല്ലേ? അതെ, ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം വഴിയാണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായിട്ടുള്ള ന്യൂക്ലിയസ് ആര് കണ്ടെത്തിയത്? ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തിയത്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തിയത്. സെറ്റ്. ഇനി ഇനി അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഒറ്റ വാക്കിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെയാ? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്. ഓക്കെ, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏത് പരീക്ഷണം വഴി? യെസ്, ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴി 1911. സെറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചേക്ക, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം തീരെ കുറവായിരിക്കും അല്ലേ? ആറ്റമായിരിക്കുമല്ലോ വലുത്. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ്. ഇനി അടുത്തത്, ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സെറ്റാണല്ലോ. ഇനി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റില് വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഈ മാതൃക സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെടുന്നു. ആര് പറഞ്ഞു? ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന് പ്ലം പുഡിംഗ് മാതൃക JJ തോംസന്റെ ആണെങ്കിൽ സൗരയൂഥ മാതൃക ആരുടെയാ? യെസ്, അത് നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം അടുത്ത പോയിന്റ് കണ്ടുപിടിച്ചു. ഇലക്ട്രോണുകൾ എവിടെയാ സഞ്ചരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അതായത് ഇലക്ട്രോണുകൾ, അതായത് സെൻട്രൽ ഭാഗം ന്യൂക്ലിയസ് കണ്ടെത്തുന്നു. ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുകയാണ്? വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ കൂടി ആരാണ്? ഇലക്ട്രോൺ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു എന്നും ആര് കണ്ടെത്തി? നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ മാതൃകയെ വിളിച്ച പേരാണ് എന്ത്? സൗരയൂഥ മാതൃക, അതായത് സോളാർ മോഡൽ ഓഫ് ആറ്റം. സൗരയൂഥ മാതൃക ആരാ കൊണ്ടുവന്നേ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഓർത്ത് വെച്ചേക്കണേ, ഏണസ്റ്റ് റൂദർഫോർഡ്. സെറ്റ് അല്ലേ? ഇനി ഈ സൗരയൂഥ മാതൃക വിജയിച്ചോ? ഇല്ല. നമുക്ക് നോക്കാം എന്താണ് പരിമിതി എന്ന്. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതിയിലേക്കാണ് പോകുന്നത്. അതാണ്, ശ്രദ്ധിച്ചോണം. വൈദ്യുത കാന്തിക സിദ്ധാന്തം പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ, ചലിക്കുന്ന ചാർജുള്ള കണം ആരാ ഇവിടെ? ഇലക്ട്രോൺ.
ഇലക്ട്രോൺ ചലിക്കും കേട്ടോ. ഇലക്ട്രോൺ ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് ഊർജം പുറത്തു വേണം. ചലിക്കുന്ന ആൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ഊർജം പുറത്തു വേണം. അതിനാൽ റൂദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താ സംഭവം? അതായത് റൂദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുത്തിയ ശേഷം ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റൂദർഫോർഡിന്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ മാതൃക പരാജയപ്പെട്ടു പോയത്. ഓക്കെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്ക, ഇത്രേ ഉള്ളൂ കാര്യം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ്, അതിനെ ചുറ്റി എന്ത് ചെയ്യുകയാണ്? ഇലക്ട്രോൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? നെഗറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് പതിക്കണം, ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. അങ്ങനെ സംഭവിച്ചോ? ന്യൂക്ലിയസിൽ വന്ന് പതിച്ചില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് ഈ ആറ്റത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് വിശദീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല? നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡിന് സാധിച്ചില്ല. അതിനാൽ ഈ സൗരയൂഥ മാതൃകയും എന്ത് ചെയ്യപ്പെട്ടു? പരാജയപ്പെട്ടു. ഒക്കെയാണ്. അപ്പൊ പ്ലം പുഡിംഗ് മാതൃകയും പരാജയപ്പെട്ടു, സൗരയൂഥ മാതൃകയും എന്ത് ചെയ്യപ്പെട്ടു? പരാജയപ്പെട്ടിരിക്കുകയാണ്. ആറ്റത്തിനൊരു ഘടനയായോടെ? ഇല്ല, നിലവിൽ ആറ്റത്തിന് ഘടനയായിട്ടില്ല. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ആള്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇലക്ട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ഇനി അടുത്ത ആളുടെ വരവാണ് ന്യൂട്രോൺ കൂടി വരാൻ പോവാണ്. നമുക്ക് നോക്കാം ന്യൂട്രോൺ. ഓക്കെ, ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൂദർഫോർഡ് കണക്കാക്കിയത്, അല്ലെ? ആണ്, നമുക്കറിയാം. അപ്പൊ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മൾ നടത്തിയ പരീക്ഷണത്തില് കണ്ടെത്തിയതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ ആർക്ക് സാധിച്ചില്ല? ഏണസ്റ്റ് റൂദർഫോർഡിന് സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം കണക്ക് കൂട്ടി നോക്കി. പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂക്ലിയസിന്റെ മാസ് നോക്കി. പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂക്ലിയസിന്റെ മാസ് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടാതെ ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തായിരിക്കും ഇനി പ്രശ്നം, ഇനി വേറെ വല്ല കണിക ഉണ്ടോ എന്നൊരു ചിന്തയിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ അതെന്താണെന്ന് കണ്ടെത്താൻ ആർക്ക് സാധിച്ചില്ല? നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡിന് സാധിച്ചില്ല. മറ്റൊരു സയന്റിസ്റ്റിന്റെ വരവാണ്. ശ്രദ്ധിച്ചു വെച്ചു. ദാണ്ടെ അടുത്ത സയന്റിസ്റ്റ് ജെയിംസ് ചാഡ്വിക്. കണ്ടോ, ജെയിംസ് ചാഡ്വിക് 1974 വരെ ജീവിച്ചിരുന്ന നമ്മുടെ ജെയിംസ് ചാഡ്വിക്കിന്റെ വരവാണ്. യെസ്, അദ്ദേഹം വരുന്നത് 1932 കണ്ടോ. 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിലുണ്ട് എന്ന് കണ്ടെത്തുന്നു. അതായത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടെന്ന് ഏണസ്റ്റ് റൂദർഫോർഡും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ടെന്ന് ജെ തോംസണും കണ്ടെത്തി. അപ്പോൾ ഇതാ അടുത്ത ആൾ വന്നിരിക്കുന്നു. അതായത് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിലുണ്ട് എന്ന് കണ്ടെത്തുന്നു. അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ അതേ മാസ് ആണെന്നും കണ്ടെത്തി. അവയുടെ മാസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ അതേ മാസ് ആണെന്നും കണ്ടെത്തി. ഓക്കെ, ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന് പേര് നൽകി. ന്യൂട്രൽ. ചാർജ് ഇല്ലാത്തതിനെ എന്ത് വിളിച്ചു? ന്യൂട്രോൺ എന്ന് വിളിച്ചു. അപ്പൊ ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പോ ന്യൂട്രോൺ കണ്ടെത്തിയാരെന്ന് ചോദിച്ചാലും ജെയിംസ് ചാഡ്വിക്, ന്യൂട്രോണിന്റെ പേര് നൽകിയാരെന്ന് ചോദിച്ചാലും ആരാ? ജെയിംസ് ചാഡ്വിക്. ഓക്കെ ആണല്ലോ. അപ്പൊ ന്യൂട്രോണിന്റെ പേര് നൽകിയാരെന്ന് ചോദിച്ചാലും ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയതും ജെയിംസ് ചാഡ്വിക് ആണ്. ചാർജ് ഇല്ലാത്ത കണികയാണ് നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയപ്പെടുന്നത്. ന്യൂട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. ഹൈഡ്രജന്റെ അതേ മാസ് തന്നെയാണ് ആർക്കുള്ളത്? നമ്മുടെ ന്യൂട്രോണിനുള്ളത്. കണ്ടെത്തിയത് 1932 ജെയിംസ് ചാഡ്വിക്. സെറ്റാണല്ലോ. അപ്പോൾ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.